ഓൾ ഓഫ് യു ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഹ്യൂമാനിറ്റീസിൻ്റെ പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 1 ചാലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. ഇന്ത്യ ഗെറ്റ് ഇൻഡിപെൻഡൻസ് ഇൻ 1947. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. In this moment, 200 years of British colonial rule came to an end. ഏകദേശം 200ഓളം വർഷമായിട്ട് ഉള്ള ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന് ഒരു അവസാനം ഉണ്ടായി. ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റു, മേഡ് എ മെമ്മറബിൾ സ്പീച്ച് ഇൻ ദിസ് ടൈം. ദിസ് ഈസ് കോൾഡ് എ ട്രയൽസ് വിത്ത് ഡെസ്റ്റിനി. അവർ നാഷണൽ മൂവ്മെൻറ്റ് ഹാഡ് 2 ഒബ്ജക്റ്റീവ്സ്. അതായത് ഈ സമയത്ത് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഫേമസ് സ്പീച്ചിനെ കുറിച്ചാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. എന്താണത്? ട്രയൽസ് വിത്ത് ഡെസ്റ്റിനി. ഏതാണ് ചോദിക്കാറുണ്ട്? ട്രയൽസ് വിത്ത് ഡെസ്റ്റിനി ആരുടെ സ്പീച്ചാണെന്ന് ചോദിക്കാറുണ്ട്? ജവഹർലാൽ നെഹ്റുവിൻ്റെ. ദെൻ അവർ നാഷണൽ മൂവ്മെൻറ്റ് ഹാഡ് 2 ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ്സിന് പ്രധാനമായിട്ടും 2 ഒബ്ജക്റ്റീവ്സാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് എസ്റ്റാബ്ലിഷ് ഡെമോക്രസി സ്ഥാപിക്കുക. രണ്ടാമത്തത് പ്രൊമോട്ട് വെൽഫെയർ ഓഫ് വീക്കർ സെക്ഷൻ്റെ വെൽഫെയർ. നെക്സ്റ്റ്, ഈ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ ഫേസ് ചെയ്ത 3 ചാലഞ്ചസ്. മിക്കവാറും 3 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ചോദിക്കാറ്. ഏതൊക്കെയാണ് 3 ചാലഞ്ചസ്? ഒന്നാമത്തത് ടു ബിൽഡ് ദ നേഷൻ, രാഷ്ട്ര രൂപീകരണം. രണ്ടാമത്തത് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി, ജനാധിപത്യം സ്ഥാപിക്കുക. മൂന്നാമത്തത് എൻഷ്യൂർ ദ വെൽഫെയർ ഓഫ് വീക്കർ സെക്ഷൻ്റെ ക്ഷേമം. ഇത് 3 3 ചലഞ്ചസ് എന്ന് ഓർക്കുക. ഇപ്പം ഇതാണ് നമ്മൾ ഒന്നാമത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ. ഒരു 1 വേർഡ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഏതാണ്? 3 ചലഞ്ചസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വെയർ ദ difficulties faced by the government to implement the process of partition. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള എസ്സേ ആണ് പ്രോസസ് ഓഫ് പാർട്ടീഷൻ ആൻഡ് ദി കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താണ് ചോദിക്കാറ്. ഓക്കെ, എന്താണ് നോക്കിക്കേ. എന്തൊക്കെയാണ് പാർട്ടീഷൻ്റെ വിഭജന പ്രക്രിയകൾ എന്തെല്ലാം? There was no single belt of Muslim majority areas in British India. ഇന്ത്യയിൽ മുസ്ലിം മെജോറിറ്റി ഉള്ള ഏരിയാസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ there were 2 areas of concentration, one in the west and one in the east. അതുപോലെ തന്നെ ഉള്ളത് തന്നെ 2 ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് വെസ്റ്റിലും രണ്ടാമത്തത് ഈസ്റ്റിലുമാണ് മുസ്ലിംസ് കൂടുതലുണ്ടായിരുന്ന ഏരിയാസ്. സെക്കൻഡ്, സം മുസ്ലിം മെജോറിറ്റി ഏരിയാസ് നോട്ട് വില്ലിംഗ് ടു ബി എ പാർട്ട് ഓഫ് പാകിസ്ഥാൻ. അതിൽ തന്നെ കുറച്ച് ആളുകൾ ഈ പാകിസ്ഥാനിലേക്ക് ചേരാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. മുസ്ലിം മെജോറിറ്റി പ്രോവിൻസസ് ഓഫ് പഞ്ചാബ് ആൻഡ് ബംഗാൾ ഹാഡ് നോൺ മുസ്ലിം ബേർഡ്സ്. മുസ്ലിം മെജോറിറ്റി പ്രോവിൻസസ് ഓഫ് പഞ്ചാബ് ആൻഡ് ബംഗാളിലും മുസ്ലിംസ് അല്ലാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ദ മൈനോറിറ്റീസ് ഓൺ ബോത്ത് സൈഡ് ബിക്കം ഈസി ടാർഗറ്റ്സ് ഓഫ് അറ്റാക്ക്. അപ്പോൾ ഈ വിഭജന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ആയിട്ടുള്ളത് ആരായിരുന്നു? ഈ മൈനോറിറ്റീസ് ആയിരുന്നു. മൈനോറിറ്റീസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ബോർഡർ ഫ്ലഡ് ദയർ ഹോം ആൻഡ് ഫൗണ്ട് ഷെൽട്ടർ ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. അപ്പോൾ ഈ ബോർഡറിൽ താമസിക്കുന്ന ഈ മൈനോറിറ്റീസ് കൂടുതൽ ആളുകൾ വീട് വിട്ടിറങ്ങുകയും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പലായനം ചെയ്ത് പല റെഫ്യൂജി ക്യാമ്പിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ചോദ്യം മറക്കണ്ട. പ്രോസസ് ഓഫ് പാർട്ടീഷൻ, വിഭജന പ്രക്രിയ. ഒന്നാമത്തെ പോയിൻ്റ്, മുസ്ലിംസ് മെജോറിറ്റി ഉള്ള ഒരു സിംഗിൾ ഏരിയ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പോയിൻ്റ്, കൂടുതൽ മുസ്ലിംസും പാകിസ്ഥാനിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. മൂന്നാമത്തെ പോയിൻ്റ്, പഞ്ചാബിലും ബംഗാളിലും മുസ്ലിംസ് അല്ലാത്ത ഒത്തിരി ആളുകളുണ്ടായിരുന്നു. നാലാമത്തെ പോയിൻ്റ്, മൈനോറിറ്റീസ് ആയിരുന്നു ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അറ്റാക്കിന് ടാർഗറ്റായിരുന്നവർ. ഏറ്റവും ലാസ്റ്റ് പോയിൻ്റ്, റെഫ്യൂജി ക്യാമ്പിലേക്ക് ഈ മൈനോറിറ്റീസ് അഭയം പ്രാപിച്ചു.
നെക്സ്റ്റ് കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ. എന്തൊക്കെയാണ് അതിൻ്റെ അനന്തര ഫലങ്ങൾ? പാർട്ടീഷൻ വാസ് അൺപ്ലാൻഡ് and tragic transfer of human population in the history of mankind in 1947. People began to transfer between India and Pakistan. ശരിക്കും ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത് ഒരു അൺപ്ലാൻഡ്, നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തു വെച്ചൊന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ ഈ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒത്തിരി ആളുകൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പലായനം ചെയ്യുകയുണ്ടായി. There were large scale killing and atrocities on both side of the border. ഈ ബോർഡറിൻ്റെ രണ്ട് ഭാഗത്തുള്ള ആളുകളുടെ ഇടയിലും കില്ലിങ്, അതുപോലെ തന്നെ ആക്രമണങ്ങൾ ഇതെല്ലാം നടന്നു അവർക്കിടയിൽ. People who were forced to run away from their native places, life of refugees become miserable. രണ്ട് ഭാഗത്തു നിന്നുള്ള ആളുകളും എന്തായിട്ട് മാറി? റെഫ്യൂജീസായിട്ട് മാറി. Women and children were the worst victims of partition. ഈ വിഭജന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്ടിംസ് ആയത് ആരാണ്? വിക്ടിംസ് ആയത് കുട്ടികളും സ്ത്രീകളുമാണ്. In several cases, family members themselves kill women to protect their family honor. പല സമയത്തും സ്ത്രീകളെയൊക്കെ മാനഭംഗപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ മാനം കാക്കുന്നതിന് വേണ്ടി പല സ്ത്രീകളെയും അവരുടെ പാരൻസ് കൊല്ലാൻ തുടങ്ങി. പാർട്ടീഷൻ വാസ് നോട്ട് മിയർലി ദ ഡിവിഷൻ ഓഫ് അസറ്റ് ആൻഡ് ലിയബിലിറ്റീസ്. ശരിക്കും സ്വത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ഥാപനജംഗം വസ്തുക്കളുടെ ഒന്നും പാർട്ടീഷൻ മാത്രമായിരുന്നില്ല ഇത്. പിന്നെയോ പാർട്ടീഷൻ വാസ് ഡിവിഷൻ ഓഫ് ഹാർട്ട്സ് ആൻഡ് ഫാമിലീസ്. ഹൃദയങ്ങളുടെ, കുടുംബങ്ങളുടെ ഡിവിഷനായിരുന്നു ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ ഡസ് നോട്ട് എഗ്രി ടു നേഷൻ തിയറി. ഇന്ത്യൻ നാഷണൽ ഫ്രീഡം എന്ന് പറയുന്നത് അവരൊരിക്കലും ടു നേഷൻ തിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല. ആരാണിത് മുന്നോട്ട് വെച്ചത്? മുഹമ്മദ് അലി ജിന്നയാണ് ടു നേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത പാർട്ടി മുസ്ലിം ലീഗാണ് കേട്ടോ. ആഫ്റ്റർ ദ പാർട്ടീഷൻ 12% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ബിലോങ് ടു മുസ്ലിംസ്. പാർട്ടീഷൻ കഴിഞ്ഞപ്പോഴേക്കും 12% ആളുകൾ മുസ്ലിംസായിട്ട് എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ എസ്സേയുടെ രണ്ടാം ഭാഗമാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്, കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ. ഒന്നാമത്തെ എന്തൊക്കെയായിരുന്നു? പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു അൺപ്ലാൻഡാന്ന് മനസ്സിലായി. പിന്നെ 1947 ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒത്തിരി ആളുകൾ ട്രാൻസ്ഫർ ചെയ്തു എന്ന് മനസ്സിലായി. രണ്ടാമത്തത് there were ലാർജ് സ്കെയിൽ ഓഫ് കില്ലിംഗ് നടന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ പോയിൻ്റ് പീപ്പിൾ ഹൂ വെർ ഫോഴ്സ്ഡ് ടു റൺ അവേ ഫ്രം ദെയർ നേറ്റീവ് പ്ലേസസ്, ലൈഫ് ഓഫ് റെഫ്യൂജീസ് ബിക്കം മിസറബിൾ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ പിന്നീട് റെഫ്യൂജീസായിട്ട് മാറുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് വുമണും ചിൽഡ്രനുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിക്റ്റിമായതെന്ന് പറഞ്ഞു. ഈ പല സമയത്തും ഫാമിലി ഓണർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്ത്രീകളെ അവർ തന്നെ കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞു. ദെൻ പാർട്ടീഷൻ എന്ന് പറയുന്നത് അസറ്റിൻ്റെ മാത്രം ഒരു ഡിവിഷനായിരുന്നില്ല, ഹാർട്ട്സിൻ്റെയും അതുപോലെ തന്നെ ഫാമിലീസിൻ്റെയും ഡിവിഷനായിരുന്നു എന്ന് ഓർക്കുക. ഇന്ത്യൻ നാഷണൽ ഫ്രീഡം ഒരിക്കലും ടു നേഷൻ തിയറി സപ്പോർട്ട് ചെയ്തിട്ടില്ല. ആരാണിത് കൊണ്ടുവന്നത്? മുസ്ലിം ലീഗ് പ്ലസ് മുഹമ്മദ് അലി ജിന്ന. വ്യക്തിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ മുഹമ്മദ് അലി ജിന്നയും, ഒരു പാർട്ടിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗുമാണെന്ന് ഓർക്കുക. പാർട്ടീഷൻ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ഏകദേശം 12% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസ്ക്രൈബ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ഹൈദരാബാദ് അസഷൻ ടു ഇന്ത്യ. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഹൈദരാബാദ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെക്കുറിച്ചാണ് അവർ എങ്ങനെയാണ് ലയന കരാറിൽ ഒപ്പുവെച്ചത് നോക്ക്. ഹൈദരാബാദ് വാസ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യൻ ടെറിട്ടറി. നമുക്കറിയാം ഇന്ത്യൻ ടെറിട്ടറിയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. ദ നിസാം ഓഫ് ഹൈദരാബാദ് വാണ്ടഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് ഫോർ ഹൈദരാബാദ്. ലയന കരാറിൽ ഒപ്പുവെക്കാതെ
ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് നമുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന ആളാണ് ഹൈദരാബാദിൻ്റെ രാജാവായിരുന്ന നിസാം. But the people of Hyderabad started revolt against the oppressive rule of Nizam. ഈ നിസാമിൻ്റെ ഭരണത്തിനെതിരെ ഹൈദരാബാദിലെ ജനങ്ങൾ ഒരു റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ദ നിസാം യൂസ് റസാക്കേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പാരാമിലിറ്ററി ഫോഴ്സാണ് കേട്ടോ. പിന്നീട് ഒരു വൺ വേർഡ് അവിടെ വരുന്നുണ്ട്. ഈ ഹൈദരാബാദിലെ നിസാമിൻ്റെ അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ പേരെന്താണ്? പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ പേരെന്താണ്? റസാക്കേഴ്സ്. അപ്പോൾ ദ നിസാം യൂസ്ഡ് റസാക്കേഴ്സ് ടു സപ്രസ് ദ റിവോൾട്ട്. അപ്പോൾ ഈ റിവോൾട്ടിനെ സപ്രസ് ചെയ്യാനായിട്ട് നിസാം ഉപയോഗിച്ചത് ആരെയാണ്? ഈ റസാക്കേഴ്സിനെയാണ്. ദേ മർഡേഡ്, മെയിം, റേപ്പ് ആൻഡ് പ്ലൻഡേർഡ് മെയിൻലി ദ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെയാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്ത് അവർ കൊല്ലുകയും സ്ത്രീകളെ റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. ദീസ് ഇൻസിഡൻറ്റ് ഫോഴ്സ്ഡ് ദ സെൻട്രൽ ഗവൺമെൻറ് ടു സെൻഡ് ദ ആർമി ടു കൺട്രോൾ ദ സിറ്റുവേഷൻ. സെൻട്രൽ ഗവൺമെൻറ് ഈ സമയത്ത് ഈ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ആർമിയെ അങ്ങോട്ട് അയക്കുകയാണ്. എങ്ങോട്ട്? ഹൈദരാബാദിലേക്ക്. In 1948 September, Indian Army defeated Nizam's force and the Nizam was surrendered. 1948 സെപ്റ്റംബറിൽ ഇന്ത്യൻ ആർമി നിസാമിൻ്റെ ഫോഴ്സിനെ തോൽപ്പിക്കുകയും നിസാമിനെ സറണ്ടറാക്കുകയും ചെയ്തു. ദിസ് ലെഡ് ടു ഹൈദരാബാദ് അസഷൻ ടു ഇന്ത്യ. ഓക്കെ, ഇതാണ് ഹൈദരാബാദിൻ്റെ അസഷൻസ്. അതായത് ഇത്രയേ ഉള്ളൂ. മലയാളം കുട്ടികളും കൂടി ഒന്ന് ശ്രദ്ധിച്ചോ. ഹൈദരാബാദ് എന്ന് പറയുന്നത് ഒരു വലിയ നാട്ടുരാജ്യമായിരുന്നു. അവിടെ ഭരിച്ചിരുന്നയാളാണ് നിസാം. ഈ നിസാമിന് നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാനായിട്ട് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. പല തവണ നമ്മുടെ ലീഡേഴ്സ് എന്ന് പറഞ്ഞെങ്കിലും ഹൈദരാബാദിനെ യൂണിയനിൽ ലയിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ നിസാമിൻ്റെ ഭരണം ഇഷ്ടമല്ലാതിരുന്ന അവിടുത്തെ ജനങ്ങൾ തങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. മാത്രവുമല്ല, നിസാമിനെതിരെ അവർ റിവോൾട്ട് പൊട്ടിപ്പുറപ്പെടുവിക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ റിവോൾട്ടിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഒരു പാരാമിലിറ്ററി ഫോഴ്സിനെ, ഒരു അർദ്ധ സൈനിക വിഭാഗത്തെ ഈ നിസാം ഉപയോഗിക്കുകയാണ്. അവരാണ് റസാക്കേഴ്സ്. അപ്പോൾ റസാക്കേഴ്സ് ഈ ജനങ്ങളെ അടിച്ചമർത്തുന്നു, അതുപോലെ തന്നെ ഫോഴ്സ് ഉപയോഗിച്ച് അവരെ സപ്രസ് ചെയ്യുകയാണ്. പക്ഷേ ഇതേ ടൈമിൽ ഇത് ഏറ്റവും കൂടുതൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതേ സമയത്ത് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഫോഴ്സിനെ ഹൈദരാബാദിലേക്ക് അയക്കുകയും 1948 ഇന്ത്യൻ ആർമി നിസാമിൻ്റെ സൈന്യത്തെ തോൽപ്പിക്കുകയും നമ്മൾ 1948 ഇന്ത്യയിലേക്ക് ആരെ ചേർത്തു? ഹൈദരാബാദിനെ ചേർക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വിശാലാന്ധ്ര മൂവ്മെൻറ്റ്. എന്താണ് വിശാലാന്ധ്ര മൂവ്മെൻറ്റ്? പേടിക്കാനൊന്നുമില്ല. വിശാല പ്ലസ് ആന്ധ്ര മൂവ്മെൻറ്റ് എന്നൊന്ന് നിങ്ങൾ തന്നിരിക്കുന്ന ചോദ്യം പിരിച്ചെഴുതി നോക്കിയാലുള്ള ഉത്തരം കിട്ടും. ആന്ധ്ര എന്ന് പറയുന്നൊരു ക്ലൂ ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ആദ്യം നമുക്കെങ്ങനെ ഉത്തരം എഴുതാൻ നോക്കിയേ. വിശാലാന്ധ്ര മൂവ്മെൻറ്റ്, ആന്ധ്ര അല്ലേ? വിശാലാന്ധ്ര മൂവ്മെൻറ്റ് ഡിമാൻഡഡ് ദാറ്റ് തെലുഗു സ്പീക്കിംഗ് ഏരിയാസ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം മദ്രാസ് പ്രൊവിൻസസ്. അതായത് വിശാലാന്ധ്ര മൂവ്മെൻറ്റ് പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ തെലുഗു സംസാരിക്കുന്ന ആളുകളെ മദ്രാസ് പ്രൊവിൻസസിൽ നിന്ന് മാറ്റണം. which they were a part and be made into separate ആന്ധ്ര provinces. അതായത് ഈ തെലുങ്ക് സംസാരിക്കുന്ന ആളുകളെ വെച്ച് ഞങ്ങൾക്ക് പ്രത്യേകം ഒരു സെപ്പറേറ്റ് ആന്ധ്ര പ്രൊവിൻസ് വേണം. പോറ്റി ശ്രീരാമുലു ഒബ്സർവ്ഡ് ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത് ടു ക്രിയേറ്റ് സെപ്പറേറ്റ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശിന് എന്ന് പറയുന്നൊരു പുതിയ സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു ആന്ധ്ര രൂപീകരിക്കുന്നതിന് വേണ്ടി മരണം വരെ ഫാസ്റ്റിംഗ് നടത്തിയ ആളാണ് പോറ്റി ശ്രീരാമലു. അപ്പോൾ ആന്ധ്രാപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാച്ച് ദി ഫോളോവിങ് ചോദിക്കാം. അപ്പോൾ ആന്ധ്രാപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് മാച്ച് ദി ഫോളോവിങ് ചോദിച്ചാൽ ആരുടെ പേര് എഴുതണം?
അവിടെ പോറ്റി ശ്രീരാമലു ഉണ്ടാകും. വൺ വേർഡും ചോദിക്കാം. ആന്ധ്രാപ്രദേശ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് മരണം വരെ ഫാസ്റ്റിംഗ് നടത്തിയ ആൾ ആരാണ്? പോറ്റി ശ്രീരാമലുവാണ്. ആന്ധ്ര സ്റ്റേറ്റ് വാസ് ക്രിയേറ്റഡ് ഓൺ 1952. 1952 ആന്ധ്ര സ്റ്റേറ്റ് നിലയിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കുക. ദ റീഓർഗനൈസേഷൻ കമ്മീഷൻ ആൻഡ് ദ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ കൺസിഡേർഡ് ഡെമോക്രസി ആൻഡ് ഫെഡറലിസം സ്ട്രെങ്തൻഡ് ഓൺലി ബൈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റ് രൂപീകരിച്ചത് ഭാഷാ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൺസിഡർ ഡെമോക്രസി ആൻഡ് ഫെഡറലിസം സ്ട്രെങ്തൻ ആകുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുമ്പോഴാണ് ജനാധിപത്യവും ഫെഡറലിസവും സ്ട്രെങ്തൻ ആവുന്നത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ SRC was appointed in 1953 under the chairmanship of ഫസൽ അലി. ഫസൽ അലിയുടെ ചെയർമാൻഷിപ്പിൽ 1953 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. മെയിൻ റെക്കമെൻഡേഷൻസ് ഓഫ് ദി കമ്മീഷൻ വെയർ ടു ഓർഗനൈസ് സ്റ്റേറ്റ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്. ഈ കമ്മീഷൻ പ്രധാനമായിട്ടും പറഞ്ഞത് നമുക്ക് സംസ്ഥാനം രൂപീകരിക്കണം, പക്ഷേ അത് ഭാഷയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ 1956. 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കുന്നത്. ശ്രദ്ധിക്കുക, കമ്മീഷൻ വരുന്നത് 1953 പക്ഷേ ആ ഒരു ആക്ട് പാസ്സാവുന്നത് 1956 ആക്ട് പാസ്സായി കഴിഞ്ഞപ്പോൾ വിച്ച് ക്രിയേറ്റഡ് 14 സ്റ്റേറ്റ്സ് 14 സംസ്ഥാനങ്ങളും ആൻഡ് 6 യൂണിയൻ ടെറിട്ടറീസ് 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് എൻഹാൻസ്ഡ് ഡെമോക്രാറ്റിക് പ്രാക്ടീസ്. നമുക്കറിയാം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു സംസ്ഥാനം രൂപീകരിക്കാൻ പറ്റില്ല, ജാതിയുടെ അടിസ്ഥാനത്തിലൊരു സംസ്ഥാനം രൂപീകരിക്കാൻ പറ്റില്ല. ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഏറ്റവും നല്ല മാർഗമാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റിനെ രൂപീകരിക്കാം. ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് റെഡ്യൂസ്ഡ് സെപ്പറേറ്റിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ബൈ അക്സെപ്റ്റിംഗ് ലിംഗ്വിസ്റ്റിക് ക്ലെയിംസ് ഓഫ് ഓൾ റിലീജിയൻ. അപ്പോൾ ദ റീഓർഗനൈസേഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത്രയാണ് ആ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. പിന്നെ ഓരോന്നും പറയുകയാണെങ്കിൽ ജുനഗഡ്, മണിപ്പൂർ, ഇങ്ങനെ ഓരോന്നായിട്ട് പഠിക്കാനുണ്ട്. എങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളുടെ ക്വിക്ക് റിവിഷനായിട്ടാണ് ടീച്ചർ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കുക, പഠിക്കുക, നന്നായിട്ട് വായിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഓരോന്നും ഓരോ വാക്കുകളും എടുത്തെടുത്ത് നോക്കുക. കിട്ടുന്ന വാക്യങ്ങൾ പിരിച്ചെഴുതി നോക്കുക. അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അത് വെച്ച് എഴുതാൻ നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.